ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. പ്രതികൂലങ്ങൾ മധ്യ പ്രത്യാശയുണർത്തും യേശു എത്ര നല്ലവനാ. ആശയറ്റ നേരത്തും എൻ ആശയുണർത്തും യേശു എത്ര വല്ലഭനാ. പ്രതികൂലങ്ങൾ മധ്യ പ്രത്യാശയുണർത്തും യേശു എത്ര നല്ലവനാ. ആശയറ്റ നേരത്തും എൻ ആശയുണർത്തും യേശു എത്ര വല്ലഭനാ. ഹേ മരണമേ നിൻ ജയമെവിടെ, പാതാളമേ വിഷമുള്ളെവിടെ. ഹേ മരണമേ നിൻ ജയമെവിടെ, പാതാളമേ വിഷമുള്ളെവിടെ. ശത്രുവിൻ കോട്ടകളെ തകർക്കുമവൻ എന്നോട് സൈന്യാധിപൻ. ശത്രുവിൻ കോട്ടകളെ തകർക്കുമവൻ എന്നോട് സൈന്യാധിപൻ. ജീവിതയാത്രയിൽ ക്ലേശങ്ങൾ വന്നിടിലും മാരികൾ എതിരെത്തിടിലും. ജീവിതയാത്രയിൽ ക്ലേശങ്ങൾ വന്നിടിലും മാരികൾ എതിരെത്തിടിലും. കൽപ്പലകയിലല്ല എൻ ഹൃദയത്തിലല്ലോ ജീവൻ എഴുതപ്പെട്ടത്. കൽപ്പലകയിലല്ല എൻ ഹൃദയത്തിലല്ലോ ജീവൻ എഴുതപ്പെട്ടത്. ഹേ മരണമേ നിൻ ജയമെവിടെ, പാതാളമേ വിഷമുള്ളെവിടെ. ഹേ മരണമേ നിൻ ജയമെവിടെ, പാതാളമേ വിഷമുള്ളെവിടെ. ശത്രുവിൻ കോട്ടകളെ തകർക്കുമവൻ എന്നോട് സൈന്യാധിപൻ. ശത്രുവിൻ കോട്ടകളെ തകർക്കുമവൻ എന്നോട് സൈന്യാധിപൻ. കൂടാരമാകും ഭൗമിക ഭവനം അഴിഞ്ഞുപോയി എന്നാലും. കൂടാരമാകും ഭൗമിക ഭവനം അഴിഞ്ഞുപോയി എന്നാലും. കൈപ്പണിയല്ലാത്തതാം നിത്യഭവനം നാഥൻ ഒരുക്കുന്നുണ്ടല്ലോ. കൈപ്പണിയല്ലാത്തതാം നിത്യഭവനം നാഥൻ ഒരുക്കുന്നുണ്ടല്ലോ. ഹേ മരണമേ നിൻ ജയമെവിടെ, പാതാളമേ വിഷമുള്ളെവിടെ. ഹേ മരണമേ നിൻ ജയമെവിടെ, പാതാളമേ വിഷമുള്ളെവിടെ. ശത്രുവിൻ കോട്ടകളെ തകർക്കുമവൻ എന്നോട് സൈന്യാധിപൻ. 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 ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ.
കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു: ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. യേശുവിനെ അനുഗമിക്കുന്നതായ ക്രിസ്ത്യാനി, യേശുവിനെ പിൻചെല്ലുന്നവനായ ഒരു വ്യക്തി, അവനെങ്ങനെയാണ് യേശുവിനെ അനുഗമിക്കേണ്ടത്? ഒന്ന്, അവൻ തന്നെത്താൻ ത്യജിക്കണം. 2, തൻ്റെ ക്രൂശ് എടുക്കണം. ഈ 2 കാര്യങ്ങളിൽ യേശുവിൻ്റെ പിന്നാലെ പോകുന്ന ഏതോ ഒരു വ്യക്തിയുടെയും ആവശ്യമാണ്. അതിന് കുറുക്കു വഴികളില്ല, അതിന് വേറെ മറ്റൊരു കൃത്രിമ മാർഗങ്ങളുമില്ല. ദൈവമക്കളെ, ഒന്നാമതായി ചെയ്യേണ്ടത് നാം നമ്മെ തന്നെ താഴ്ത്തുക എന്നുള്ളതാണ്. അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയതായ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ ഇപ്രകാരം പറയും: അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചുകൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. സ്നേഹം എന്തെന്ന് നാം അറിയുന്നത്, സ്നേഹം എന്തെന്ന് നാം പഠിക്കുന്നത് പിതാവായ ദൈവത്തിൽ നിന്നാണ്. എന്താണ് നമ്മുടെ വായിച്ചു കേട്ടത്? അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചുകൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു തൻ്റെ സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി തന്നവനാണ്. നമുക്ക് വേണ്ടി ക്രൂശിൽ തൻ്റെ ജീവൻ വെടിഞ്ഞവനാണ്. തൻ്റെ പരിശുദ്ധ രക്തം മനുഷ്യവർഗത്തിന് വേണ്ടി മുഴുവൻ ഊറ്റി കൊടുത്തവനാണ്. അതാണ് സ്നേഹം. ആ സ്നേഹത്തെയാണ് നാം പിന്തുടരേണ്ടത്. ആ സ്നേഹത്തെ നാം പിന്തുടരുമ്പോൾ ആ സ്നേഹം പൂർണ്ണമാകണമെങ്കിൽ നാം നമ്മെ തന്നെ ത്യജിച്ചേ വരികയുള്ളൂ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു: അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി. പ്രിയപ്പെട്ടവരെ, സഹോദരീ സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തു തൻ്റെ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി അവൻ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് കാലത്തികവെങ്കിൽ അവതരിച്ചു. അവൻ വെളിപ്പെട്ടു വന്നു. അവൻ ആദ്യം മുതലേ ഉള്ളവനാണ്. എന്നാൽ അവൻ മനുഷ്യവർഗത്തിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് വെളിപ്പെട്ടത് മനുഷ്യനായി വെളിപ്പെട്ടു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകലനാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവ്വം അവൻ്റെ കാൽക്കീഴാക്കി വെച്ചു. അവനെ സർവ്വത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന് നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന പുത്രനായ ദൈവം, സ്തുതികളിന്മേൽ അധിവസിക്കുന്നവനായ പുത്രനായ ദൈവം, അവൻ ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യവർഗത്തിൻ്റെ ഉദ്ധാരണത്തിനാണ്. എൻ്റെയും നിങ്ങളുടെയും നഷ്ടപ്പെട്ടു പോയതായ സകല സൗഭാഗ്യങ്ങളും നമുക്ക് വീണ്ടും തരുവാനായിട്ടാണ്. എന്നാൽ അവൻ ഈ ഭൂമിയിലേക്ക് വന്നു. നാം വായിക്കുന്നവനാണ്, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. പിതാവായ ദൈവത്തിൻ്റെ അത്യത്ഭുത ശക്തിയാൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചു. എന്നിട്ട് സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത്, പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിന്നാണ് പുത്രനായ ദൈവം ഈ ഭൂമിയിലേക്ക് വന്നത്. അതേ വലത്തുഭാഗത്ത് പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഇരുത്തി. എങ്ങനെ ഇരുത്തി? എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അത്യന്തം മീതെ ഇരുത്തി. സകല സ്ഥാനമാനങ്ങളും അവന് കൊടുത്തു. ഇതെല്ലാം നമുക്ക് മാതൃകയാണ്. പുത്രനായ ദൈവം എവിടെ നിന്ന് ഇറങ്ങി വന്നോ അതേ സ്ഥാനത്ത് സകല അധികാരങ്ങളും അവന് കൊടുത്തുകൊണ്ട് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകലനാമത്തിലും അത്യന്തം മീതെ ഇരുത്തുകയും എത്ര ധ്യാനിച്ചാലും മതി വരികയില്ല. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്നവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു.
നമ്മെ നിറയ്ക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. അവൻ്റെ ശരീരമാണ് സഭ. തലയുടെ ആജ്ഞ അനുസരിക്കാതെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും ഒന്നും ചെയ്യാറില്ല. എല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. ഓരോ വിശ്വാസിയും ഈ തലമുറയിൽ ജീവിക്കേണ്ടത് ഓരോ നിമിഷവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ടാണ്. അവനെ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിന് വിനയപ്പെട്ടിരുന്നാൽ അവൻ പാപത്തിൽ വീഴുകയില്ല. അവനൊരു ജഡമോഹത്തിലും പോവുകയില്ല. അവനെ നടത്താൻ പരിശുദ്ധാത്മാവിന് കഴിയും. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. സകലതിനും കഴിയുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ പേര് അയച്ചു തന്നിരിക്കുകയാണ്. പുത്രനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മെ വഴി നടത്താനുണ്ട്. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെ ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനിയുടെ കാര്യം സുരക്ഷിതമാണ്. പുത്രനായ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ തന്നെ അവൻ ഇരിക്കാൻ സ്ഥലം കിട്ടും. അതിന് മാതൃകയാണ് കർത്താവായ യേശുക്രിസ്തു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 21-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു: യേശു അവനോട്, സർഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. യേശുവിനെ അനുഗമിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ആ വ്യക്തിയോട് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, സൽഗുണപൂർണനാകുവാൻ നീ ഇച്ഛിക്കുന്നുവെങ്കിൽ നിനക്ക് ലോകവും വേണം, ദൈവവും വേണം. ലോകത്തിൽ സ്ഥാനമാനങ്ങൾ വേണം, ആ കൂടെ ദൈവവും വേണം. ഇത് രണ്ടും കൂടെയാണ് നിൻ്റെ ഇഷ്ടമെങ്കിൽ നടക്കുകയില്ല. രണ്ടും കൂടെ നടക്കുകയില്ല. ഒരു ദാസന് രണ്ട് യജമാന്മാരെ ഒരുപോലെ സേവിപ്പാൻ കഴിയുകയില്ല. ദൈവത്തെയും മമ്മോനെയും കൂടെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. നിങ്ങൾക്ക് ഈ ലോകത്തിലെ ഉന്നത സ്ഥാനവും ദൈവസന്നിധിയിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതേ സിംഹാസനത്തിരിക്കാനുള്ള സ്ഥാനവും നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അതിനെന്താണ് ചെയ്യേണ്ടത്? വളരെ വ്യക്തമായി കർത്താവ് പറഞ്ഞു, സൽഗുണപൂർണനാകുവാൻ നീ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നിനക്കുള്ളതെല്ലാം വിൽക്കുക. ഇന്ന് അനേകർക്ക് സ്വന്തമായൊരു ആത്മീയമുണ്ട്, ഒരു സ്വയനീതിയുണ്ട്, ഒരു ചിട്ടപ്പെട്ട ജീവിതമുണ്ട്. മറ്റാരെ കൊണ്ടും അരുതാത്തതൊന്നും പറയിപ്പിക്കാത്ത നിലയിൽ നന്നായിട്ട് ജീവിക്കാനുള്ള ആ ഒരു പ്രവണത മനുഷ്യർക്കെല്ലാം ഉണ്ട്. വിശ്വാസികൾക്കുമുണ്ട്, ക്രിസ്ത്യാനികൾക്കുമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതല്ല നമുക്ക് വേണ്ടത്. സൽഗുണപൂർണനാകണമെങ്കിൽ, ദൈവം പ്രസാദിക്കണമെങ്കിൽ, പുത്രൻ്റെ സിംഹാസനത്തിൽ നാം ഇരിക്കണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളതെല്ലാം വിറ്റ്, സ്തോത്രം, നിനക്കുണ്ടെന്ന് നീ അഭിമാനിക്കുന്നതെല്ലാം വിറ്റ്. 47 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ആദ്യമായി ദൈവവചനം കേൾക്കുവാൻ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ഞാൻ ക്രിസ്ത്യാനിയായി ജനിച്ചവനാണ്. എന്നാൽ 30 വയസ്സുവരെയും ദൈവത്തെ അറിയാത്ത സാധാരണക്കാരനായി ഞാൻ ജീവിച്ചു. എന്നാൽ ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അരികിലേക്ക് ഞാൻ വരുമ്പോൾ ഞാനൊരു പരീക്ഷ അനുഭവക്കാരനായിരുന്നു. ചടങ്ങുകളെല്ലാം എനിക്കുണ്ടായിരുന്നു. മുടങ്ങാതെ പ്രാർത്ഥിക്കുമായിരുന്നു. ചിട്ടയായി 2 നേരവും പ്രാർത്ഥിക്കുമായിരുന്നു. മുടങ്ങാതെ ദൈവാലയത്തിൽ പോകുമായിരുന്നു. എല്ലാ ചടങ്ങുകളും ആചരണങ്ങളും ഉണ്ട്. ആരെ നോക്കിയാലും നല്ല സാക്ഷ്യമുള്ളൊരു യുവാവ്, ഒരു കുഴപ്പമില്ലാത്തൊരു മനുഷ്യൻ, അങ്ങനെ പറയുകയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ആത്മക്കണ്ണുകൾ അടഞ്ഞിരുന്നു. ഇന്ന് അനേകരുടെ ആത്മക്കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണ്. ആത്മക്കണ്ണുകൾ തുറക്കണമെങ്കിൽ ജീവൻ്റെ വചനം കേൾക്കണം. ജീവനുള്ള ദൈവത്തിൻ്റെ ജീവിപ്പിക്കുന്നതായ വചനം കേൾക്കുമ്പോഴേ നമ്മുടെ ഉൾക്കണ്ണുകൾ തുറന്നു കിട്ടുകയുള്ളൂ. അപ്പോഴാണ് നമുക്കറിയാൻ തുടങ്ങുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ആദ്യത്തെ 5 അധ്യായങ്ങൾ നാം വായിച്ചാൽ യെശയ്യാവ് പ്രവാചകൻ തന്നെയായിരുന്നു. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ പ്രവാചകന് കിട്ടിയതാണ്. പ്രവാചകൻ ജനത്തോട് പ്രവചിച്ചുകൊണ്ടിരുന്നതാണ്. 5-ാം അധ്യായം വരെയും പ്രവചിച്ചുകൊണ്ടിരുന്നതാണ്. അവർക്ക് കഷ്ടം, ഇവർക്ക് കഷ്ടം, പുരോഹിതന്മാർക്ക് കഷ്ടം, എല്ലാം പ്രവാചകൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. എന്നാൽ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം ഒരു കാര്യം കാണുന്നുണ്ട്. 6-ാം അധ്യായം, യെശയ്യാവ് 6-ാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഉസ്സിയാവ് മരിച്ചയാണ്ടിൽ യഹോവ ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുക. ഉസ്സിയാവ് മരിച്ചയാണ്ടിൽ യെശയ്യാ പ്രവാചകരുടെ ചാർച്ചക്കാരനായ ഉസ്സിയ രാജാവ് രാജ്യം വാഴുന്നു എന്നുള്ളത്
യെശയ്യാവിൻ്റെ ഒരു അഭിമാന വിഷയമായിരുന്നു. എനിക്ക് പേടിക്കാനൊന്നുമില്ല, രാജാവിൻ്റെ ചാർച്ചക്കാരനാണ്, എൻ്റെ കുടുംബക്കാരനാണ്, എനിക്കൊരാപത്തും വരികയില്ല, എനിക്ക് ഭയപ്പെടാനൊന്നുമില്ല. ഒരു സ്വയം അകത്ത് നിന്നിരുന്നു. പ്രിയപ്പെട്ടവർ, ആത്മക്കണ്ണ് തുറന്നു കിട്ടിയില്ല, തന്നെ താഴ്ത്താൻ കഴിഞ്ഞില്ല. ഒരു സ്വയം എങ്ങനെ നിന്നു, യെശയ്യാവ് അത് അറിഞ്ഞില്ല. എന്നാൽ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് ഉസ്സിയാവ് മരിച്ചയാണ്ടിൽ തൻ്റെ ചാർച്ചക്കാരനായ തൻ്റെ കുടുംബക്കാരനായ ഉസ്സിയ രാജാവ് മരിച്ചു എന്നറിഞ്ഞപ്പോൾ സ്വയ ആശ്രയങ്ങളെല്ലാം വിട്ടു. പ്രിയപ്പെട്ടവരെ, സ്വന്തം കഴിവുകളോടൊന്ന് യാത്ര പറയാമോ? സ്വന്തം സമ്പത്തിനോടൊന്ന് യാത്ര പറയാമോ? സ്വന്തം പദവിയോടൊന്ന് യാത്ര പറയാമോ? നിത്യനായ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ, സർവശക്തനായ ദൈവത്തിൻ്റെ സൃഷ്ടി നാം എന്തുണ്ട് പ്രിയപ്പെട്ടവരെ? പുഴുവായ യാക്കോബേ എന്ന് വിളിച്ച ദൈവം എന്നെ നിങ്ങളെ എന്ത് വിളിക്കും, എങ്ങനെ കാണും? ദൈവം തരാത്തതല്ല നമുക്ക് എന്തുണ്ട് പ്രിയപ്പെട്ടവരെ? ഒരു സെക്കൻഡ് ശ്വാസോച്ഛ്വാസം ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ്. ഒരു സെക്കൻഡ് വാഹനം ഓടിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ്. ഈ ഭൂമിയിൽ ഒരു സെക്കൻഡ് ജീവിച്ചിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ്. ഈ സത്യം നാം തിരിച്ചറിഞ്ഞാൽ നാം നന്ദിയുള്ളവരാകും. ഉസ്സിയാവ് മരിച്ചപ്പോൾ, യെശയ്യാവിൻ്റെ സ്വയം മരിച്ചപ്പോൾ, യെശയ്യാവ് സ്വയം തന്നെ താഴ്ത്തിയപ്പോൾ, ഇതെല്ലാം പരിശുദ്ധാത്മാവാൻ ദൈവം ചെയ്യുന്നതാണ്. ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ പ്രവാചകനായ യെശയ്യാവിന് ആ സാഹചര്യത്തിലേക്ക് ദൈവം സാവകാശം നടത്തുകയായിരുന്നു. 6-ാം അധ്യായത്തിൽ തൻ്റെ ഉൾക്കണ്ണുകൾ തുറന്നു കിട്ടിയ യെശയ്യാവ് എന്താണ് കണ്ടത്? പരിശുദ്ധനായ ദൈവം ഉന്നതങ്ങളിലിരിക്കുന്നു, തൻ്റെ സിംഹാസനത്തിലിരിക്കുന്നു. ചുറ്റും നിന്നുകൊണ്ട് ശ്രോപ്പേയി മാലാഖമാർ, 6 ചിറകുള്ള ശ്രോപ്പേന്മാർ, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാല് മൂടി, 2 കൊണ്ട് പറന്നുയർന്ന് നിന്നുകൊണ്ട് ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് തട്ടഹസിക്കുന്നതായ കാഴ്ച യെശയ്യാവ് കണ്ടു. ആ ശബ്ദം യെശയ്യാവ് കേട്ടു. യെശയ്യാവിൻ്റെ ഉൾക്കണ്ണുകളെ തുറന്നപ്പോൾ യെശയ്യാവിന് 2 കാഴ്ചപ്പാടുകൾ കിട്ടി. ഒന്ന്, ദൈവം ആരാണെന്ന് കണ്ടു, താനാരാണ് എന്ന് കണ്ടു. ഈ 2 കാഴ്ചപ്പാടുകൾ ഉണ്ടെങ്കിൽ അത്യാവശ്യം മനുഷ്യൻ തകരും. സ്തോത്രം. പ്രിയപ്പെട്ടവർ, ആ തകർച്ച നമ്മിൽ അനേകർക്ക് ഇനിയും ലഭിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സാക്ഷാലുള്ള അവസ്ഥ നാം അറിയേണ്ടിയിരിക്കുന്നു. യെശയ്യാവ് അതറിഞ്ഞു. യെശയ്യാവ് ശ്രോപ്പേൻ മാലാഖമാർ, പൊന്നുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവരും ദൈവ തേജസ് കൊണ്ട് നിറച്ചവരുമായ ശ്രോപ്പേൻ മാലാഖമാർ ദൈവസന്നിധിയിൽ മുഖം മറച്ച്, കാല് മറച്ച്, 2 ചിറക് കൊണ്ട് പറന്നുയർന്ന് നിന്നുകൊണ്ട് ഭയത്തോടും വിറയലോടും കൂടെ ദൈവം പരിശുദ്ധൻ 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 എന്ന് തട്ടഹസിക്കുന്നതായ ആ മഹത്വരമായ കാഴ്ച കണ്ടപ്പോൾ, ആ ശബ്ദം കേട്ടപ്പോൾ യെശയ്യാവ് വാവിട്ട് കരയാൻ തുടങ്ങി. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, അശുദ്ധമായ അതിരങ്ങളൊരു മനുഷ്യൻ, അശുദ്ധിയുടെ ജനങ്ങളുടെ മധ്യത്തിൽ വസിക്കുന്ന മനുഷ്യൻ. 2 കാഴ്ചപ്പാടുകൾ. ദൈവം ആരാണെന്ന് കണ്ടു, താൻ ആരാണെന്ന് കണ്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കരച്ചിൽ, അയ്യോ ഞാൻ അശുദ്ധ മനുഷ്യൻ എന്ന് പറയുന്നതായ കരച്ചിൽ, അതെവിടെ നിന്ന് ഉയരുന്നുവോ ദൈവത്തിൻ്റെ ദൃഷ്ടി അവിടെ പറഞ്ഞിരിക്കും. തകർന്നു നുറുങ്ങിയതുമായ ഹൃദയത്തെ യഹോവ നിരസിക്കുന്നില്ല. സങ്കീർത്തനക്കാരനായ ദാവീദ് 51-ാം സങ്കീർത്തനത്തിൽ തൻ്റെ അനുഭവത്തോട് ചേർത്ത് പറഞ്ഞു, അങ്ങനെ പാപികളായി തന്നെ അന്വേഷിക്കുന്നവരാരുണ്ട് എന്നാണ് ദൈവം സ്വർഗത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ പരിഞ്ഞിട്ടുണ്ട്. ദൈവം നമ്മളെ കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഉൾക്കണ്ണുകളെ തുറന്ന് നിങ്ങളെ തന്നെ കണ്ടു കഴിഞ്ഞാൽ, അയ്യോ ഞാനൊരു അരിഷ്ട മനുഷ്യനെന്ന് ആര് പറയുന്നുണ്ട്, അവരുടെ മേൽ ദൈവത്തിൻ്റെ കൃപ പകരും. സ്തോത്രം. നിത്യനായ ദൈവം യെശയ്യാവിൻ്റെ കരച്ചിൽ കേട്ടു. ഈ ഭൂമിയിലെ കരച്ചിൽ കേട്ടു. ദൈവം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ദൂതന് യാഗപീഠത്തിന്മേൽ കത്തുന്നതായ കനലുമായി, തീക്കനലുമായി ദൂതനെ ഭൂമിയിലേക്ക് അയച്ചു. യെശയ്യാവിൻ്റെ അടുക്കലേക്ക് അയച്ചു. ദൂതൻ കൊടിലുകൊണ്ട് ആ തീക്കൽ എടുത്തു കൊണ്ടുവന്ന് യെശയ്യാവിൻ്റെ അധരങ്ങളെ തൊടുവിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം മാഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവര്, വലിയൊരു മർമ്മമാണ്. കരയുന്ന വ്യക്തിയുടെ കരച്ചിൽ മാറ്റാൻ ആ തീക്കട്ട തൊടണം. ഏതാണ് ആ തീക്കട്ട? ഗോകുൽത്തായിൽ ദൈവകോപ തീയിൽ വെന്തെരിഞ്ഞ ആ തീക്കട്ട കർത്താവായ യേശുക്രിസ്തുവത്രേ. സ്തോത്രം. ആ കര നിങ്ങളെ തൊട്ടാൽ, അവൻ്റെ തിരുരക്തം നിങ്ങളെ തൊട്ടാൽ ബന്ധനങ്ങൾ അഴിയും. നിങ്ങൾ അലമുറയിട്ട് കരയും. തകർന്നു നുറുങ്ങിയതുമായ ഒരു ഹൃദയം കിട്ടും. അങ്ങനെ ഹൃദയത്തോടെ ആര് പ്രാർത്ഥിക്കുന്നുണ്ട്, അവൻ്റെ സ്ഥിതി മാറ്റിക്കൊടുക്കും. ഈ നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം മാറി.
നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. സ്വർഗത്തിൽ ശബ്ദം കേട്ടു. പ്രിയപ്പെട്ടവരെ, വേറെ ഒരു പരിഹാര മാർഗവുമില്ല. അത് തന്നെയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ നാളിൽ പരസ്യമായി വിളിച്ചു പറഞ്ഞു. യോഹന്നാൻ 5:25, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുവരിക്കുന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ക്രിസ്തുവിൽ മരിച്ചവർ, നൂറ്റാണ്ടുകളായി മരിച്ചവർ, മണ്ണോട് മണ്ണായി തീർന്നവർ ദൈവശബ്ദം കേൾക്കുമ്പോൾ അവർ ജീവിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആത്മാവിൽ മരിച്ചവരായി നിങ്ങൾ ആരെല്ലാം ഉണ്ട്? ആ സത്യം ഒന്ന് അംഗീകരിക്കാമോ? കർത്താവെ, ഞാൻ ആത്മാവിൽ മരിച്ചവനാണ്, ഞാൻ ജീവൻ നഷ്ടപ്പെട്ടവനാണ്. കർത്താവെ, എനിക്ക് തിരികെ തരാമോ? എളിമയോടെ ചോദിക്കാമോ? തകർന്ന തുറകരമായ ഹൃദയത്തോടെ ഇരിക്കാമോ? പ്രിയപ്പെട്ടവർ, ഇത് ലഭിക്കും. അതാണ് നാം വായിച്ചു കേട്ടത്. സൽഗുണപൂർണ്ണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രം കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്നെന്നെ അനുഗമിക്കുക. ആരാണ് ക്രിസ്തുവിനെ അനുഗമിക്കേണ്ടത്? ഒന്നുമില്ലാത്തവനായി അനുഗമിക്കണം, ദരിദ്രനായി അനുഗമിക്കണം, ആരോരുമില്ലാത്തവനായി തീരണം. സങ്കീർത്തനക്കാരനായ ദാവീദ് രാജാവായിരുന്നു, ദൈവം വളർത്തിക്കൊണ്ടുവന്ന ദീപതിലായിരുന്നു. ആട്ടിൻ തൊഴുത്തിൻ വാരക്കൽ നിന്ന് ദൈവം ആശയോടെ വിളിച്ച് വേർതിരിച്ച് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന സിംഹാസനത്തിൽ ഇരുത്തിയവനാണ് ദാവീദ്. ദാവീദിനോടുകൂടെ ദൈവകൃപയുണ്ടായിരുന്നു. ദാവീദ് ബാലനായിരിക്കുമ്പോഴും ദർശന വരമുണ്ടായിരുന്നു. ദാവീദ് ദൈവത്തിൽ ആശ്രയിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ദൈവത്തോട് രഹസ്യമായി പ്രാർത്ഥിക്കുന്നവനായിരുന്നു ദാവീദ്. അതുകൊണ്ട് ആ ദാവീദിനോടുകൂടെ ദൈവം ഉണ്ടായിരുന്നു. ഒരു സിംഹം ദാവീദിൻ്റെ ഒരു ആടിനെ പിടിച്ച് വായിലാക്കിയപ്പോൾ ധൈര്യമായി ചെന്ന് അതിൻ്റെ വായിൽ നിന്ന് അതിൻ്റെ ആടിനെ രക്ഷിച്ച് ആ സിംഹത്തെ കീറിക്കളഞ്ഞവനാണ് ദാവീദ്. സ്വന്തം കഴിവല്ല പ്രിയപ്പെട്ടവർ, അതൊന്നും ഒരു മനുഷ്യൻ്റെയും സ്വന്തം കഴിവല്ല. അത് പരിശുദ്ധാത്മ ശക്തിയാണ്. ഈ ശക്തിയാണ് വ്യാപരിക്കുന്നത്. ഈ ശക്തിയാണ് നിന്റെ ഹൃദയത്തിൻ്റെ വാരക്കൽ മുട്ടുന്നത്. ഇതാണ് നിന്നെ ശക്തീകരിക്കാമെന്ന് പറയുന്ന ശക്തി, അത്യത്ഭുത ശക്തി. അറക്കെല്ലാം വേണം. മറ്റൊരിക്കൽ ഒരു കരടി തൻ്റെ ഒരു ആടിനെ പിടിച്ചപ്പോൾ ആ കരടിയുടെ പിന്നാലെ ചെന്ന് അതിനെയും വലിച്ചു കീറി കൊന്നു. അതിൻ്റെ വായിൽ നിന്ന് ആടിനെ രക്ഷിച്ചു. സ്തോത്രം. മല്ലനായ ഗോലിയാത്ത്, ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്ത് പടച്ചട്ടയണഞ്ഞ് വേലും കുന്തവും പിടിച്ച് ഇസ്രായേൽ നിരകളെ വെല്ലുവിളിക്കുമ്പോൾ ഇസ്രായേൽ മക്കളിൽ തോൾ മുകൾ പൊക്കം കൂടുതലുള്ളവനായ ശൗൽ രാജാവ് കിട്ടുകെട്ട് വിറച്ചു. ഇന്ന് അനേക ദൈവമക്കളും അനേക സഭാമക്കളും എന്നെ ശത്രു അലറുമ്പോൾ വിറയ്ക്കുകയാണ്. അവനെ നേരിടാൻ കഴിയാതെ ഭയപ്പെടുകയാണ്. എന്നാൽ ദാവീദ് അവനെ നോക്കി. നിങ്ങൾക്കറിയാമോ, ദാവീദ് ഒരു ഭയവും തോന്നിയില്ല. ദാവീദ് കണ്ടത് അവൻ്റെ പടച്ചട്ടയല്ല, ദാവീദ് കണ്ടത് അവൻ്റെ ഹെൽമറ്റല്ല, ദാവീദ് കണ്ടത് അവന് കളിക്കുന്ന കുന്തമല്ല, വേലല്ല. ദാവീദ് കണ്ടത് അവൻ്റെ നഗ്നമായ നെറ്റിത്തടം. പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുത്തു. ഒരു കല്ലെടുത്ത് കവടയിൽ വെച്ച് ഒറ്റയേറ്. ഇത്രയേ ഉള്ളൂ മല്ലൻ, ഇത്രയേ ഉള്ളൂ ശത്രു. അവൻ ഗോകുൽ താലമരക്കുരിശിന്മേൽ തല തകർക്കപ്പെട്ടവനാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാമോ പ്രിയപ്പെട്ടവരെ? ഈ തലമുറയിൽ സാത്താനോട് പോരാടുവാൻ നിങ്ങൾക്ക് നിൽക്കാമോ? പാപത്തോട് യാത്ര പറഞ്ഞു നിങ്ങൾക്ക് നിൽക്കാമോ? കർത്താവെ, ഞാനൊരാൾ ഈ തലമുറയിൽ നിനക്ക് വേണ്ടി നിന്നുകൊള്ളാം. വാക്ക് പറയാൻ ആരുണ്ട്? ശക്തി നിന്റെ മേലൊഴുകും, നിന്നെ ബലപ്പെടുത്തും. ദാവീദിനെ ബലപ്പെടുത്തി. ദാവീദ് വിറച്ചുകൊണ്ട് നിൽക്കുന്നതായ ശൗൽ രാജാവിൻ്റെ മുമ്പിലേക്ക് വന്നത് ഞാനിങ്ങനെ ധ്യാനിക്കും. വലത് കൈയിൽ ഗോലിയാത്തിൻ്റെ വാളും ഇടത് കൈയിൽ ഗോലിയാത്തിൻ്റെ തലയുമായി നടന്നു വരുന്നവനായ ദാവീദ്. ദൈവമക്കളെ, ഇസ്രായേൽ ജനം മുഴുവനും അവനെ അഭിമാനത്തോടെ നോക്കി. പക്ഷെ ദാവീദിനറിയാം, ഇതെൻ്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല, എൻ്റെ സാമർഥ്യമല്ല, ഞാൻ ഒന്നുമില്ലാത്തവനാണ്. താൻ ശൂന്യവൽക്കരിക്കാമോ? ഒരു വിശ്വാസി തന്നെ ശൂന്യവൽക്കരിച്ചവനാണ്. നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവർ? ഞാൻ ഒന്നുമില്ലാത്തവനാണ് എന്നുള്ള എളിമ നിങ്ങൾക്ക് വരുന്നുണ്ടോ? നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? കൂട്ടായ്മയിലാകട്ടെ, ദൈവസഭയിലാകട്ടെ, ദൈവമക്കൾ കൂടുന്നിടത്താകട്ടെ വരുമ്പോൾ, കർത്താവേ, ഞാൻ ഒന്നുമില്ലാത്തവൻ, ഞാനൊരു വട്ടപൂജ്യവൻ, എൻ്റെ ഹൃദയം പറയുന്നുണ്ടോ? ദൈവം അതാണ് നോക്കുന്നത്. നിൻ്റെ വേഷമല്ല, നിൻ്റെ സ്ഥാനമാനങ്ങളല്ല, നിൻ്റെ പദവികളല്ല, നിൻ്റെ ഡിഗ്രിയല്ല, ഈ ഭൂമിയിലെ ലക്ഷങ്ങളൊന്നുമല്ല ദൈവം നോക്കുന്നത്. നിൻ്റെ തകർന്നു നുറുകിയതുമായ ഹൃദയം അതുണ്ടോ? സങ്കീർത്തനക്കാരനായ ദാവീദ് പറയും, ആ ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല. ഇങ്ങനെയെല്ലാം ജയിച്ചവനായ ദാവീദ് രാജാവായി വാഴുമ്പോൾ ദൈവമക്കളെ പാപത്തിൽ വീണു, ഭയാനകമായ പാപങ്ങൾ വീണു.
ഞാനൊന്നും വിശദീകരിക്കുന്നതിലെല്ലാം നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. പാപങ്ങളിൽ വീണ ദാവീദ് അതിലെല്ലാം ന്യായം കണ്ടുകൊണ്ടിരുന്നു. ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു, ഞാൻ അവളെ എൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് അവളോട് ശയിച്ചു. തെറ്റില്ലല്ലോ, ഞാനിവിടുത്തെ രാജാവല്ലേ, ഇവിടുത്തെ എല്ലാ പ്രജകളുടെ പേരും എനിക്ക് അധികാരമില്ലേ, ഞാൻ രാജാവായതുകൊണ്ട് അങ്ങനെ ചെയ്തു. ദാവീദ് ന്യായീകരണം കണ്ടു, തെറ്റ് കണ്ടില്ല, പാപം കണ്ടില്ല. പ്രിയപ്പെട്ടവരെ, അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ഊരിയാവിനെ യുദ്ധമുന്നണിയിൽ നിന്ന് വരുത്തി. ഞാൻ രാജാവല്ലേ, യുദ്ധകാര്യങ്ങൾ ഞാൻ അറിയണ്ടേ, അതിനൊരു ഭടനെ വരുത്തുന്നത് തെറ്റല്ലല്ലോ, അവനുമായിട്ട് സംസാരിക്കുന്നത് തെറ്റല്ലല്ലോ. അവനുമായി കൊട്ടാരത്തിലിരുന്ന് മദ്യപിക്കുകയും അവനെ മദ്യപിക്കുകയും ചെയ്തു. രാജാവിൻ്റെ ഭോജനത്തിൽ വീഞ്ഞുണ്ട്, അതിൽ തെറ്റില്ല. രാജാവായ എൻ്റെ ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ വീഞ്ഞുണ്ട്, ഞാനത് കുടിക്കുന്നത് തെറ്റില്ലല്ലോ. പ്രിയപ്പെട്ടു, എല്ലാം ന്യായം കണ്ടുകൊണ്ടിരുന്നു. ഇന്നും ഓരോ വ്യക്തിയും തൻ്റെ ജീവിതത്തിലെ പാപങ്ങൾ കണ്ടുകൊണ്ട് ന്യായീകരണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പാപബോധമില്ലാത്തവനായിരിക്കുന്നു. അതിന് അവൻ്റെ ഹൃദയം കല്ലായിക്കൊണ്ടിരിക്കുന്നു. അവനറിയാതെ അവൻ്റെ മാർദ്ദവത്വം നഷ്ടപ്പെടുന്നു. പാപബോധമില്ലാതെ മനുഷ്യനിരിക്കുന്നു. ഇന്നുള്ള ഏറ്റവും വലിയതായ കെടുതിയതാണ്. ഇത് മാറണമെങ്കിൽ ദൈവവചനത്തിൻ്റെ മുൻപിൽ വന്ന് തന്നെത്താൻ താഴുകയല്ലാതെ വേറെ യാതൊരു ഒരു മാർഗവുമില്ല. ദാവീദ് എന്താണ് ചെയ്തത്? പാപബോധമില്ലാതെ ദാവീദിൻ്റെ സിംഹാസനത്തിൽ, ദൈവം കൊടുത്തതായ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ പൊൻചെങ്കോൽ പിടിച്ച്, രാജകീയ അങ്കി ധരിച്ച്, രാജകീയ കിരീടം ചൂടി ദാവീദ് സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. പാപബോധമില്ലാതെ ഇരിക്കുന്ന ദാവീദിനെ കണ്ട് വേദനയോടെ ദൈവം നോക്കിക്കൊണ്ടിരുന്നു. അവൻ മാനസാന്തരപ്പെടുമോ എന്നറിയാൻ. അവൻ മാനസാന്തരപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ ദൈവം തൻ്റെ പ്രവാചകനായ നാഥാനെ കൊട്ടാരത്തിലേക്ക് അയച്ചു. പ്രിയപ്പെട്ടവരെ, നാഥാൻ പ്രവാചകൻ കൊട്ടാരത്തിലേക്ക് വന്നു. അധികാരമുള്ള രാജാവിൻ്റെ മുൻപിൽ വന്ന് നിന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. സഹോദര സഹോദരി, എന്ന ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് സംസാരിക്കുന്നുണ്ടോ? കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച ആ മനുഷ്യൻ നീ തന്നെ. താഴാൻ മനസ്സുണ്ടോ? ഇത് കേട്ടപ്പോൾ, പ്രവാചക ശബ്ദം കേട്ടപ്പോൾ, നാഥാൻ പ്രവാചകന്റെ വാക്കുകൾ കേട്ടപ്പോൾ തകർന്ന ഹൃദയത്തോട് പാവബോധം കിട്ടിയ ദാവീദ് എന്താണ് ചെയ്തത്? തൻ്റെ തലയിലിരുന്ന രാജകീയ കിരീടം ഊരി വെച്ചു. തൻ്റെ കയ്യിലിരുന്ന പൊൻചെങ്കോൽ താഴെയിട്ടു. താൻ ധരിച്ചിരുന്ന രാജകീയ അങ്കി ഊരി വെച്ചു. സിംഹാസനത്തിൽ ദാവീദ് താഴെ ഇറങ്ങി. തറയിൽ മുഴങ്കാൽ മടക്കിക്കൊണ്ട് ദാവീദ് കരയാൻ തുടങ്ങി. അങ്ങനെ ധ്യാനിക്കുന്നതായ, അങ്ങനെ ദൈവസ്നേഹ ഹൃദയം പകരുന്നതായ സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. 51-ാം സങ്കീർത്തനം ധ്യാനിച്ച് കഴിയുമ്പോൾ ദാവീദിന് സ്വയം ബോധ്യം വന്നു, എൻ്റെ പാപം കർത്താവ് ക്ഷമിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമുക്ക് ഇന്ന് വേണ്ടത്. തകർന്ന ഹൃദയത്തോടെ നമുക്ക് ദൈവസ്നേഹിലേക്ക് ചെല്ലാം. നമ്മൾ കർത്താവിനോട് ഏറ്റു പറയാം, കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, എൻ്റെ ജീവിതത്തിൽ നന്മയാറൊന്നുമില്ല, നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല. ദൈവം ഇതിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അപ്പോസ്തലനായ പൗലോസ് എന്ന് പറഞ്ഞു, കർത്താവേ, ഞാനൊരു അനിഷ്ട മനുഷ്യൻ, ഞാൻ പാപിയായ മനുഷ്യൻ, നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ടോ, എനിക്ക് സാധിക്കുന്നില്ലല്ലോ. ഇത് പറഞ്ഞ് ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നമുക്ക് ജയം നൽകുന്ന കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാവിൽ സ്തുതി വന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട്? തകർന്ന ഹൃദയത്തെ നിരസിക്കാത്തവനായ ദൈവം ശൗലിന്റെ ഹൃദയത്തിലേക്ക് തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചു. എപ്പോൾ? പാപബോധം കിട്ടിയപ്പോൾ, അവൻ പാപത്തോടെ യാത്ര പറഞ്ഞപ്പോൾ, ഇനി പാപത്തിലേക്ക് ഇല്ല എന്ന് ദൈവസ്നേഹം തീരുമാനിച്ചപ്പോൾ, അവൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നതിന് മുൻപ് പാപമോചനം കൊടുത്തു. പാപമോചനം പ്രാപിച്ച ദാവീദിന്റെ ഹൃദയത്തിലേക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ കൊടുത്തു. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവനായ ശൗല് പൗലോസായി മാറി. അറേബ്യൻ മരുഭൂമിയിൽ പോയി 3 വർഷക്കാലം യേശു ക്രിസ്തുവിന്റെ പാറപീഠത്തിൽ ഇരുന്നു. ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കാറ് ഏകനായി അറേബ്യൻ മരുഭൂമിയിൽ പോയിരുന്നു. യേശു ക്രിസ്തുവിനെ പഠിപ്പിച്ചു. 3 വർഷങ്ങൾക്ക് ശേഷം പ്രാഗൽഭ്യത്തോടെ യെരൂശലേമിലേക്ക് മടങ്ങി വന്നു. നമുക്ക് ദൈവസന്നിധിയിലിരിക്കാം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം, ഉൾക്കടകൾ തുറന്നിടണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.